സ്വാമി ശരണം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ അയ്യപ്പസ്വാമിയെ പ്രണമിച്ചുകൊണ്ട് സ്വാമി സവിധത്തിൻ്റെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ആപത് ബാന്ധവനാണ്, സേവിപ്പവർ കാനന്ദമൂർത്തിയാണ് ധർമ്മശാസ്താവ്. കലിയുഗ സങ്കടങ്ങളുടെ സ്വാധീനതയിൽ നിന്നും ഭക്തരെ മോചിപ്പിച്ച് ആത്മവികാസത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന അനുഗ്രഹീത ശക്തിയാണ് ശാസ്ത്ര ചൈതന്യം. പ്രകൃതിയും മനസ്സും ഭക്തിയിൽ നിറയുന്ന മണ്ഡലകാലത്ത് ഭക്തകോടികൾ ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നു. ഓരോ തീർത്ഥാടനവും അവനവനെ കണ്ടെത്തുന്ന യാത്രകളാണ്. ശബരിമല തീർത്ഥാടനം വിശേഷിച്ചു കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാൽ ശരീരവും മനസ്സും പവിത്രമാക്കി കല്ലും മുള്ളും ചവിട്ടി മലയും പുഴയും താണ്ടി ഭക്തരെത്തുന്നത് തത്വമസി എന്ന് ആലേഖനം ചെയ്ത ക്ഷേത്രമുറ്റത്താണ്. ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനും ക്ഷേത്രത്തിന് പുറത്തു നിൽക്കുന്ന ഭക്തനും തമ്മിൽ ഭേദമേതുമില്ല. തത്വമസി, അത് നീയാകുന്നു എന്ന അർത്ഥം അരുളി ചെയ്യുന്നു. ഭക്തന്റെ ഉള്ളിലുള്ള ഭഗവാനെ എപ്പോഴും പൂജിച്ച് ചൈതന്യവത്തായി നിലനിർത്തണം. അങ്ങനെയുള്ള മനസ്സുകളിൽ പാപചിന്ത ഉണ്ടാകില്ല, മാത്സര്യം ഉണ്ടാകില്ല. എല്ലാം ഒരേ ശക്തിയുടെ തന്നെ അംശങ്ങളാണെന്ന തിരിച്ചറിവ് നിറയും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്ര ധ്വനികൾ കൊണ്ട് മണ്ഡലകാല ആരംഭം മുതലേ മലയാളക്കരയാകെ മുഖരിതമാകുന്നു. കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല, ദേശവിദേശങ്ങളിലാകെ ഇന്ന് അയ്യപ്പ ഭക്തിയും അയ്യപ്പ ആരാധനയും ആഴത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ഭൂമി പ്രപഞ്ചനായ ഭൂലോകനാഥനായ സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം ഏവർക്കും ആനന്ദവും ആശ്വാസവുമേകുന്നു. സത്യമായ പൊന്നു 18-ാം പടിയെ എന്ന് ശരണം വിളിക്കാത്ത ഭക്തരില്ല. ശബരിമലയുടെ പുണ്യം തേടിയുള്ള തീർത്ഥയാത്രയിൽ പരമപവിത്രമായ 18-ാം പടി കയറി അയ്യപ്പനെ കൺകുളിർക്കെ കണ്ടു തൊഴണമെന്നാണ് എല്ലാ ഭക്തരുടെയും ആഗ്രഹം. ഭഗവാനും ഭക്തനും ഒന്നാകുന്ന സന്നിധിയിൽ 18-ാം പടിക്ക് പരമപവിത്രമായ സ്ഥാനമാണ് ഉള്ളത്. അതിനാലാണ് ഇരുമുടിക്കെട്ടില്ലാതെ ആരും 18-ാം പടി ചവിട്ടാത്തത്. പൂങ്കാവനത്തിലെ 18 മലകളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് 18-ാം പടിയെന്നും വേദശാസ്ത്ര പുരാണങ്ങളുടെ പ്രതീകമാണെന്നും വിശ്വാസമുണ്ട്. 4 വേദം, 6 ശാസ്ത്രം, ചതുരുപായങ്ങൾ, 4 ജാതി എന്നിവയെ 18-ാം പടി പ്രതിനിധാനം ചെയ്യുന്നതായും കരുതുന്നവരുണ്ട്. വില്ലാളി വീരനായ മണികണ്ഠൻ തൻ്റെ 18 ആയുധങ്ങളും ഉപേക്ഷിച്ചത് 18 പടികളിലാണെന്നും കഥയുണ്ട്. വില്ലാളി വീരനായ വീരമണികണ്ഠനായ അയ്യപ്പസ്വാമിയുടെ ചരിതങ്ങൾ എത്ര വാഴ്ത്തിയാലാണ് മതിയാവുക. സഹസ്രനാമങ്ങളിലൂടെ, ഭക്തിഗാനങ്ങളിലൂടെ, ഭജനകളിലൂടെ നമുക്ക് ചുറ്റും എപ്പോഴും മുഴങ്ങുന്നുണ്ട് ഭഗവാന്റെ ശരണഗീതികൾ.
കലിയുഗവരതനായ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ദിവ്യദർശന പുണ്യം നേടി സർവ്വ ഐശ്വര്യങ്ങളും ആർജിക്കുക എന്നതാണ് വിശ്വാസികളുടെ പരമമായ ലക്ഷ്യം. ഇതത്ര എളുപ്പമാണെന്ന് പറയാനാവില്ല. ഇവിടെ മാത്രമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ് അത് സാധ്യമാക്കേണ്ടത്. അവ എപ്രകാരമാണ് എന്ന് നോക്കാം. കാലദേശ ഭേദങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ തത്വങ്ങൾ ഉൾക്കൊണ്ട് കാലാനുസൃതമായി കഴിയും വിധം തന്നെ വ്രതം അനുഷ്ഠിക്കണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് ഒരു മനുഷ്യന് ലഭിക്കേണ്ടതായ പുരുഷാർത്ഥങ്ങൾ. ഇതിലെ ധർമ്മം പാലിച്ചാൽ തന്നെ മറ്റെല്ലാം ലഭിക്കുന്നതാണ്. അതിനായി ആത്മാവ്, അന്തരാത്മാവ്, പരമാത്മാവ്, ജ്ഞാനാത്മാവ് എന്നീ സത്യങ്ങളെ തിരിച്ചറിയണം. ഇതിനുള്ള മാർഗങ്ങൾ അഷ്ടമാർഗങ്ങൾ എന്നറിയപ്പെടുന്നു. ശരിയായ വീക്ഷണം, ലക്ഷ്യം, പ്രവൃത്തി, ഉപജീവന മാർഗം, അവധാനത, ഏകാഗ്രത, പരിശ്രമം എന്നിവയാണ് അവ. ഈ മാർഗങ്ങൾ സ്വീകരിച്ച് സത്യചത്തുരങ്ങൾ അറിയുവാൻ തീരുമാനിക്കുന്നവർക്ക് ഭഗവത് കടാക്ഷം ഉണ്ടാകുന്നു. മനസ്സുകൊണ്ടെപ്പോഴും മണികണ്ഠസ്വാമിയെ ഭജിക്കുന്നവർക്ക് സ്വന്തം ഹൃദയം തന്നെയാണ് ശബരിമല. വ്രതമെടുത്തും മല കയറിയും ശബരീശ സന്നിധിയിൽ എത്താൻ സാധിക്കാത്തവർക്ക് പോലും ഭക്തിസാന്ദ്രമായ ചിന്തകളിൽ തെളിഞ്ഞു കാണാം കലിയുഗവരദൻ്റെ കമനീയ വിഗ്രഹം. അയ്യപ്പ ദർശനം തേടിയാണ് ഭക്തരുടെ ശബരിമല യാത്ര. കാഴ്ചയുടെ അനുഭൂതി മാത്രമല്ല ഇവിടെ ദർശനം. സമത്വത്തിൻ്റെ, സമഭാവനയുടെ, സാഹോദര്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ അയ്യപ്പ ദർശനം കണ്ടെത്തുകയാണ് യാത്രയുടെ ലക്ഷ്യം. പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവിച്ചറിയാവുന്ന കാഴ്ചകൾ മാത്രമല്ല ശബരിമല യാത്രയിലുടനീളം ഉൾച്ചേർന്നിട്ടുള്ളത്. കാഴ്ചകൾക്കപ്പുറമുള്ള ഉൾക്കാഴ്ചകളാണ് ഇവിടെ നിന്നും ആർജിക്കേണ്ടത്. തലമുറകളുടെ പാപങ്ങളെ പ്രക്ഷാളനം ചെയ്തൊഴുകുന്ന പമ്പാനദിയുടെ കരയിലെത്തുന്നു ഭക്തർ. സ്നാനത്തിലൂടെ നേടുന്നത് ശാരീരിക ശുദ്ധിയാണ്. ആന്തരിക ശുദ്ധി ആർജിക്കുന്നതിനുള്ള ഒരുക്കമാണ് പമ്പാ സ്നാനം. അസ്ഥികളെ മരവിപ്പിക്കുന്ന തണുപ്പിനെ ഭയന്ന് നീറ്റിലേക്ക് കാൽ വയ്ക്കാതെ ആദ്യം ഒന്ന് മടിച്ചു നിന്നേക്കാം. അപ്പോഴതാ മുന്നിൽ നോക്കെത്താ ദൂരത്തോളം നദിയിൽ ശങ്കകളേതുമില്ലാതെ മുങ്ങിപ്പോകുന്ന ഭക്തരെ നമുക്ക് കാണാനാകും. പരിമിതികൾ പലതും മാറ്റിവെച്ച് ഭക്തിയാൽ മനം നിറച്ചാലേ മല കയറ്റം സുസാധ്യമാകും. അതിനാണ് വ്രതം. ഉദാത്തമായ ജീവിതചര്യയുടെ പാഠമാണ് വ്രതം. വ്രതത്തിൻ്റെ ആഴവും വ്യാപ്തിയും ശക്തമാകുമ്പോൾ മല കയറ്റം എളുപ്പമാകും. സ്വാമി സവിധം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ശബരിമല മാഹാത്മ്യങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. സ്വാമി ശരണം.